മതസൗഹാർദ്ദത്തിന്റെ മാനവികതയുടെ സുന്ദരമായ മനോഹരമായ ഒരു വാർത്ത. കോട്ടയത്ത് ഓമന എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരി മരണപ്പെടുകയുണ്ടായി. പ്രായമായ ഒരു അമ്മയാണ്. ഇവർ കഴിഞ്ഞ കുറേ നാളുകളായി അസുഖബാധിതയായിക്കൊണ്ട് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് അവിടെ വെച്ചുകൊണ്ട് അവർ മരണപ്പെട്ടു പോകുന്നത്. കുമാരനല്ലൂർ മക്കാ മസ്ജിദിന് തൊട്ടടുത്തായിട്ട് വാടകയ്ക്കാണ് ഈ അമ്മ താമസിക്കുന്നത്. എന്നാൽ ഇവർ മരണപ്പെട്ട സമയത്ത് ആ അമ്മയുടെ മൃതശരീരം ഈ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വലിയ പ്രയാസമായി മാറി. വഴിയെന്ന് പറയുന്നത് ഇടുങ്ങിയ വഴിയാണ്. ഒരു വ്യക്തിക്ക് മാത്രമേ, ഒരു മനുഷ്യനെ കഷ്ടിച്ച് മാത്രമേ അതിലൂടെ കടന്നു പോകാൻ സാധിക്കൂ. അത്തരമൊരു സാഹചര്യം വന്ന സമയത്ത് ആ അമ്മയുടെ ബന്ധുക്കളും നാട്ടുകാരും ആ പള്ളിയിലെ ഭാരവാഹികളോട് പൊതുദർശനത്തിനും അന്ത്യകർമ്മത്തിനും വേണ്ടി ഈ പള്ളിയുടെ ഒരു ഭാഗം സ്ഥലം ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചപ്പോൾ ആ മഹലിലെ ഭാരവാഹികൾ ഒന്നും ആലോചിക്കാതെ സമ്മതം മൂളുകയാണ്. പിന്നീട് കണ്ടത് സുന്ദരമായ ഒരു കാഴ്ചയായിരുന്നു. മക്കാ മസ്ജിദിൻ്റെ ആ പള്ളിമുറ്റത്ത് ആ അമ്മയുടെ പൊതുദർശനം നടന്നു. നോക്ക്, ഇതാണോ നമ്മുടെ കേരളം, ഇതാണ് നമ്മുടെ നാട്. ഇവിടെ എല്ലാവരും ഒന്നാണ്. ഹൈന്ദവനും ക്രൈസ്തവനും മുസൽമാനും എല്ലാവരും ഒന്നാണ്. അവരെല്ലാവരും മാനവികതയോടുകൂടിയും മതസൗഹാർദ്ദത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും കഴിയുന്നത് പലപ്പോഴും ചില വർഗീയവാദികൾക്കൊന്നും അതത്ര ഇഷ്ടപ്പെടാറില്ല. അവർക്ക് വേണ്ടത് പരസ്പരം തമ്മിൽ തല്ലണം, മതം പറഞ്ഞ് വർഗീയത പറഞ്ഞ് ജനങ്ങളെ പരസ്പരം തമ്മിലടിപ്പിക്കണം. അല്ലാതെ ഇതുപോലെ സ്നേഹത്തോടുകൂടിയും ഇത്തരത്തിൽ സൗഹാർദ്ദത്തോടുകൂടിയും കഴിയുന്നത് അവറ്റകൾക്ക് ഇഷ്ടമല്ല. നോക്കൂ, നാളെ നമുക്ക് ഏതെങ്കിലും പ്രയാസം വന്നു കഴിയുമ്പോൾ, നമ്മൾ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ വല്ലാത്തൊരു സാഹചര്യത്തിൽ വരുമ്പോൾ നമ്മെ കൈപിടിച്ചുയർത്താൻ, നമ്മളെ രക്ഷിക്കാൻ ഒരുപക്ഷെ വരുന്നത് അത് ഇന്ന മതക്കാരനെന്നങ്ങനെ ആയിരിക്കില്ല. ഏതെങ്കിലും മതത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും. അവിടെ നമ്മൾ മതവും ജാതിയും ഒന്നും നോക്കാറില്ല. അവിടെ മനുഷ്യത്വമാണ് നോക്കുന്നത്. അന്യമതസ്ഥരെ കണ്ടുകഴിഞ്ഞാൽ കണ്ടിടത്ത് വെച്ച് കൊല്ലണമെന്ന് ചില വർഗീയവാദികളും അതോടൊപ്പം ഇസ്ലാമിക വിരുദ്ധരും നിരന്തരമായി പറഞ്ഞു വയ്ക്കുന്നൊരു പച്ചനുണയുണ്ട്. ആ നുണകൾ പലപ്പോഴായും കേരളത്തിലെ മനുഷ്യത്വമുള്ള മുസ്ലിം സഹോദരങ്ങൾ പലപ്പോഴായി പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്ത കാര്യം കൂടിയാണ്. എല്ലാ മതത്തിൽപ്പെട്ട സഹോദരങ്ങളെയും ചേർത്ത് പിടിക്കാനും അവരെ സ്നേഹിക്കാനും തന്നെയാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങളിവിടെ എത്ര തന്നെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, എത്ര തന്നെ ഇവിടെ ഓരോ അജണ്ടകൾ ഉണ്ടാക്കി മനുഷ്യരെ തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ചാലും, ആ അജണ്ടകളെയും വർഗീയതയും എല്ലാം മനുഷ്യത്വമുള്ള ഓരോ മനുഷ്യരും ഒറ്റക്കെട്ടായി അതിനെ തകർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട.